മുല്ലപ്പെരിയാറിൽ തീരുമാനം വൈകുന്നത് ആശങ്കാജനകമെന്ന മുല്ലപ്പെരിയാർ ടണൽ സമരസമിതി രക്ഷാധികാരി പ്രൊഫസർ CP റോയ്. കേരളത്തിലെ 5 ജില്ലകളിലെ 40 ലക്ഷത്തോളം വരുന്ന ആളുകളുടെ ജീവന് ഭീഷണിയായ മുല്ലപ്പെരിയാർ പ്രശ്നത്തിന് ഉടൻ പരിഹാരമുണ്ടാകണം. 2025 ജൂണിലും ഒക്ടോബറിലും ഡാം നിറഞ്ഞ് സ്പിൽവേ തുറന്നുവിടേണ്ട സാഹചര്യമുണ്ടായി. കേരളത്തിൽ ഓരോ സർക്കാരും മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മിക്കുമെന്ന പ്രഖ്യാപനം മാത്രമാണ് നടത്തുന്നത്. എന്നാൽ നിലവിലെ തമിഴ്നാട് മുഖ്യമന്ത്രി പുതിയ ഡാം പണിയാൻ അനുവദിക്കില്ല എന്ന വെല്ലുവിളി നടത്തിയിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ 2014 സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിന്റെ ഉത്തരവിൽ പറയുന്നത് പോലെ ടണൽ നിർമ്മിച്ച് ജലനിരപ്പ് താഴ്ത്തി തമിഴ്നാടിന് വെള്ളവും കേരളത്തിന് സുരക്ഷയും ഉറപ്പാക്കണമെന്ന വിധി നടപ്പാക്കാൻ കേരളവും തമിഴ്നാടും തയ്യാറാകണമെന്നും മുല്ലപ്പെരിയാർ ടണൽ സമരസമിതി ആവശ്യപ്പെട്ടു. സമരം നടക്കുന്നുണ്ട്. ഇത് 2014 സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ കേരളവും തമിഴ്നാടും തയ്യാറാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സമരം നടക്കുന്നത്. ഈ സമരം തുടങ്ങി 637 ദിവസമായി എങ്കിലും നിരവധി ആളുകൾക്ക്, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ ഉൾപ്പെടെ നിരവധി ആളുകൾക്ക് ഞങ്ങൾ നിവേദനങ്ങൾ കൊടുക്കുകയുണ്ടായി. 2016 മുതൽ 2026 വരെ അധികാരത്തിലുണ്ടായിരുന്ന ഇടതുപക്ഷ ഗവൺമെന്റ് ആകെ ചെയ്തത് എല്ലാ വർഷവും ബഡ്ജറ്റിൽ 10 കോടി രൂപ മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മിക്കാൻ നീക്കിവെക്കും എന്ന് 10 ബഡ്ജറ്റിലും പറഞ്ഞതല്ലാതെ മുല്ലപ്പെരിയാർ സംബന്ധിച്ച് സുപ്രീം കോടതി പറഞ്ഞ നിർദ്ദേശം, സുപ്രീം കോടതി അവരുടെ 2014 ചീഫ് ജസ്റ്റിസ് RM ലോധ അധ്യക്ഷനായ 5 അംഗ ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയിൽ പറഞ്ഞിരിക്കുന്ന ഒരു പുതിയ ടണൽ നിർമ്മിച്ച് ജലനിരപ്പ് താഴ്ത്തണമെന്ന ആ ഒരു കാര്യം മുഖവിലയ്ക്ക് എടുക്കുക പോലും ചെയ്തിട്ടില്ല.